ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികളുടെ ഇസ്രയേൽ ആക്രമണം ലോകത്തെ ആകമാനം നടുക്കിയ സംഭവമായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് പുറമെ നിരവധി ഇസ്രയേൽ പൗരരെ ഹമാസ് ബന്ദികളാക്കുകയും പീഡിപ്പിക്കുകയും അതിദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്തതായുള്ള വാർത്തകളാണ് അനുദിനം പുറത്തുവരുന്നത്. ഈ പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വേൾഡ് ജൂയിഷ് കോൺഗ്രസ് പ്രസിഡന്റ് റൊണാൾഡ് ലോദർ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേൽ പൗരരുടെ മോചനത്തിനായി പാപ്പ ഇടപെടണം എന്ന ആവശ്യമാണ് റൊണാൾഡ് ലോദർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രസ്തുത ആവശ്യം റൊണാൾഡ് ലോദർ ഉന്നയിച്ചതായി വേൾഡ് ജൂയിഷ് കോൺഗ്രസ് തങ്ങളുടെ വെബ്സൈറ്റിലൂടെയാണ് അറിയിച്ചത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസ്തുത കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം. ഒക്ടോബർ ആദ്യം തന്നെ ഫ്രാൻസിസ് പാപ്പ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടിരുന്നു. 200ഓളം പേർ ബന്ദികൾ ആക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഈ ആഴ്ച ആദ്യം വെളിപ്പെടുത്തിയത്. ലോകത്തിലെ സകല ജൂതരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് താൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് റൊണാൾഡ് ലോദർ പാപ്പയോട് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്ന ന്യൂസ്.